40കളിലും 50കളിലും തമിഴ് സിനിമാ രംഗത്ത് ശ്രദ്ധേയമായ സംഭാവന നൽകിയ സ്ഥാപനമാണ് കോയമ്പത്തൂരിലെ പക്ഷിരാജ സ്റ്റുഡിയോസ്. പക്ഷിരാജ സ്റ്റുഡിയോസിൻ്റെ ഉടമസ്ഥനും സംവിധായകനുമായ ശ്രീരാമുലു നായിഡു 1950 മലയാളത്തിൽ ഒരു ചലച്ചിത്രം നിർമ്മിക്കുകയുണ്ടായി. അക്കാലത്ത് മലയാളത്തിൽ ഏറെ പ്രശസ്തനായിരുന്ന നാടകകൃത്ത് മുൻഷി പരമ്പുള്ളയെ കൊണ്ട് കഥയും സംഭാഷണവും എഴുതിച്ച് ശ്രീരാമുലു സംവിധാനം ചെയ്ത ചിത്രമാണ് പ്രസന്ന. അതുവരെ സിനിമയിലെ നൃത്തരംഗങ്ങളിൽ മാത്രം പ്രത്യക്ഷപ്പെട്ടിരുന്ന തിരുവിതാംകൂർ സഹോദരിമാരായ ലളിതയും പത്മിനിയും രാഗിണിയും ആദ്യമായി കഥാപാത്രങ്ങളായി വേഷമിടുന്നത് പ്രസന്നയിലാണ്. തമിഴ് നടനായ TS ബാലയ്യയായിരുന്നു പ്രസന്നയിലെ നായകൻ. 1950 ഓഗസ്റ്റ് 17 പ്രദർശനത്തിനെത്തിയ പ്രസന്നയിലെ ഗാനങ്ങൾ രചിച്ചത് അഭയദേവാണ്. ജ്ഞാനമണിയായിരുന്നു സംഗീത സംവിധായകൻ. ML വസന്തകുമാരി, ജയലക്ഷ്മി, PA പെരിയനായകി തുടങ്ങിയ ഗായികമാരോടൊപ്പം പാപ്പുക്കുട്ടി ഭാഗവതരും പ്രസന്നയിലെ ഗാനങ്ങൾ ആലപിച്ചു. നമ്മുടെ പ്രഗത്ഭ നടിയായ ശ്രീവിദ്യയുടെ അമ്മയാണ് ML വസന്തകുമാരി. അതുപോലെ പ്രശസ്ത സിനിമാ സംവിധായകൻ KG ജോർജിൻ്റെ ഭാര്യയും പിന്നണി ഗായികയുമായ സൽമ ജോർജിൻ്റെ പിതാവാണ് ശ്രീ പാപ്പുക്കുട്ടി ഭാഗവതർ. ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ചത് പ്രസന്ന എന്ന മലയാള പടത്തിലാണ്. അതിൽ അഭിനയിക്കുകയും പാടുകയും ചെയ്തു. അതിൽ ഒരു അശരീരി ഗാനമാണ് പാടുന്നത്. അതായത് വലിയ കുടുംബത്തിൽ ജനിച്ച ഒരു പെണ്ണായിരുന്നു ലളിത. അവരുടെ അധപ്പത്തി വന്നപ്പോൾ വീട്ടുവേലയ്ക്കായിട്ട് പോകേണ്ടി വന്നു. അതിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ഗാനമാണ്. വിധിയുടെ ലീല വിനോദങ്ങളെ പാരിതിലാരറിവൂ നരനേതും കാൺമതിയില
വിധിയുടെ ലീലാവിനോദങ്ങളെ പാരിതിലാരറിവൂ നരനേതും കാൺമതിയില. മാളികമേലെ വാണോളാണൊരു നാൾ വയർ പോറ്റാനായലയൂ. ഇളം പൂക്കളും ഭാരം തോന്നിയ പാവം വൻചുമടേതുകയാമേ. സുഖം നേടുവാൻ പെടും പാടുകൾ താൻ ദുഃഖമൂലമായി വരുമീ പാരിൽ പ്രയാസം ജീവിതം.